ഇനി ചട്ടി മുഴുവനായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനി ഇത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ മൺചട്ടി കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം ചകിരിയോ അരിപ്പൊടിയോ ഇട്ട് നമുക്കിത് കഴുകാവുന്നതാണ്. ഞാനിവിടെ ഈ ചട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം, അതേപോലെ തന്നെ കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റണം. ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം മാത്രം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം നമുക്ക്. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, കുറച്ച് വറ്റിയിട്ടുമുണ്ട്. ഈ കഞ്ഞിവെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ചട്ടിയുടെ ചൂട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി വെച്ച് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം ഒന്നുകൂടി. ഇനി ഇതൊന്നുകൂടി സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ചട്ടി ഞാൻ അടുപ്പത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിലുള്ള വെള്ളവും കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മൊത്തത്തിലൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചട്ടിയാണ്. ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ എല്ലായിടത്തും പറ്റുന്ന രീതിക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ചട്ടി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് അകത്തും പുറത്തും നല്ലതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിത് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.